എനിക്ക് പ്രിയപ്പെട്ട സാധനങ്ങളാട്ടോ അത്. രാവിലെ എഴുന്നേറ്റ് തന്നെ 7:15. അപ്പം തന്നെ ഭയങ്കര ഒരു മഴയും പെയ്ത് നമ്മളെ കറണ്ട് അങ്ങോട്ട് പോയിട്ടോ. ദോശയ്ക്ക് ചമ്മന്തിയും ഒരു ചെറിയ സാമ്പാറും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. ചമ്മന്തി പോയിട്ട് കറണ്ട് ഉണ്ടാവണ്ടേ, അവസാനം എല്ലാം കൂടെ ഉള്ള കഷ്ണങ്ങളെല്ലാം വെച്ച് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കിട്ടോ. ഒരു ലോക്കൽ സാമ്പാർ, വറുത്തൊന്നും അരയ്ക്കാത്ത സാമ്പാർ. കാരണം മക്കൾക്ക് സ്കൂളിൽ പോകണം, രാവിലെ തന്നെയാണല്ലോ. പിന്നെ ഇവരെ ചായ കുടിക്കുന്നിടത്ത് ഇരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കുറേ നുണയും കൊതിയും കഥയും ഒക്കെ പറയാമല്ലോ. അപ്പം ഞാൻ കുറേ നേരം സിദ്ധുവിൻ്റെ കഥ ഇങ്ങനെ കേട്ടിരിക്കുക കേട്ടോ. വീരകഥകൾ ഒരുപാട് ഉണ്ടാവും പറയാൻ. അതേപോലെ തന്നെ ഏട്ടനത് ചെയ്ത് അനിയനത് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ പോവാൻ നേരത്തെ ഇങ്ങനെ ഒരു തിരിഞ്ഞ് കളിച്ചിട്ട് അത് സിദ്ധുവിന്റെ ബാഗിന്റെ സിബിട് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ചെറിയ ചെറിയ കലാപരിപാടികളിലേക്ക് പോകും കേട്ടോ. ഒന്നുമില്ല, എൻ്റെ മണി പ്ലാന്റ് ഉണ്ട്, അതേപോലെ അത്യാവശ്യം അങ്ങോട്ടടിച്ച് വരാം ഇങ്ങോട്ടടിച്ച് വരാം, പിന്നെ ഇതിനെ നനയ്ക്കുക, ഇതൊക്കെ കേട്ടോ പരിപാടികൾ. അപ്പേ ഞാനൊരു സാധനം പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ചെടി നനയ്ക്കാനും അതേപോലെ നമ്മളെ ജനലിൻ്റെയും ഒക്കെ ചില്ലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കായിരുന്നു കേട്ടോ. അതിന് ഇങ്ങനെ ഒരു വളഞ്ഞൊരു സാധനം ഉണ്ടാവും ഹാൻഡിൽ, അതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്തിട്ടാണ് ഈ റൂമിലൊക്കെ ഉള്ള കേട്ടോ. അങ്ങനെയുള്ള ഇപ്പൊ റൂമിലൊക്കെ ഉള്ള മണി പ്ലാന്റ് ഒക്കെ നനയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട്, പക്ഷെ അത് നമ്മൾ കയ്യിൽ പ്രഷറെല്ലാം കൊടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതാണ് ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത സാധനം കേട്ടോ. ഇതാണ് അഗാരോന്റെ ഇലക്ട്രിക് സ്പ്രേ ബോട്ടിൽ. ഇതെന്ന് വെച്ചാൽ ഇലക്ട്രിക് ആണ്, നമ്മളിത് ചാർജ് ചെയ്യണം. ഇത് 2 ലിറ്ററോളം ഇതിന് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. 2 ലിറ്ററോളം കപ്പാസിറ്റി ഉണ്ട്. ഈ കാണുന്ന ഈ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ, വേറെ ഇതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. നമുക്ക് അതങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഈ സാധനം ഇങ്ങനെ തിരിക്കുമ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഈ അഡ്ജസ്റ്റിനനുസരിച്ച് നമുക്ക് വെള്ളം എങ്ങനെ വേണമെങ്കിലും ഒന്നുകൂടി നല്ല ഡയറക്റ്റ് ആയിട്ട് സ്പീഡിൽ പോവും, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഇതിനൊക്കെ നമ്മൾ ചെറിയ രീതിയിലല്ലേ. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അപ്പോൾ നമുക്ക് ചെറുതായിട്ട് സ്പ്രേ മോഡലാക്കാം കേട്ടോ. ഇതാണിപ്പോൾ ഇതാണ് ഏറ്റവും നല്ല റിസൾട്ട്. അതാ നന്നായിട്ട് കഴുകാട്ടോ. നമ്മളെ കാറിൻ്റെ ഈ സൈഡുകൾ, ചില്ലിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകുന്ന പൊടികളും ഒക്കെ. പിന്നെ ഒന്നിങ്ങനെയൊക്കെ നല്ല രസമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലെ പൈപ്പ് വരിക. ഇതാണിത് ഫുഡ് ബാഡ് അല്ലേ സൈഷേട്ടാ? അപ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൽ നമുക്ക് നോർമലി പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നോർമലി വെള്ളം മാത്രമല്ല, നമ്മള് ഇപ്പൊ ചെടികൾക്ക് ഇപ്പം മരുന്നൊക്കെ ഇത് പ്ലാസ്റ്റിക് ബോട്ടില് പ്ലാസ്റ്റിക് ആണ്. അതിന്റെ മേലത്തത് ABS ഹാൻഡിലാണ്. പിന്നെ വലിയൊരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് അല്ല, അതിലാണ് നമ്മൾ ചാർജ് ചെയ്യുക. ഇത് ചാർജ് ചെയ്യാനൊക്കെ വളരെ എളുപ്പം. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ 2 hour 2 hour ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ നേരം ഉണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ABS ഹാൻഡിലാണ്. നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു സുഖമാണ്, ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. എനിക്ക് പ്രിയപ്പെട്ട സാധനങ്ങളാട്ടോ അത്. എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കുറച്ച് സാധനങ്ങളെ. ശരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു ഉപകാരം ഇങ്ങനത്തെ കാര്യങ്ങളിലാട്ടോ. ചില്ലിലൊക്കെ ഉണ്ടാകുന്ന പൊടിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇതങ്ങോട്ട് ആക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു ഉപകാരം ഇതാട്ടോ. കാറിൻ്റെ ചില്ലൊക്കെ നമുക്ക് അപ്പം തന്നെ കഴുകി തുടയ്ക്കാം. പെട്ടെന്ന് പോകാൻ നേരം ഒന്നും കഴുകാൻ പറ്റിയില്ല, എളുപ്പപ്പണിയാട്ടോ. അത് വേണമെങ്കിൽ സോപ്പ് കലക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യാം. അപ്പം സുഖമായിട്ട് കുറച്ച് വെള്ളം കുറവുള്ള സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ കാണിച്ച് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇപ്പം എന്താ പറയുക, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കുടയുന്നൊരു പരിപാടി ഉണ്ടല്ലേ ചേട്ടാ? അതായത് ഇപ്പം ഇവരെ യൂണിഫോം എന്ന് പറഞ്ഞാൽ
ഖാദീൻ്റെയാണ്. ഇത് അലക്കി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇങ്ങനെ ചുരുങ്ങിയിട്ടുണ്ടാവും. നമ്മൾ പണ്ടത്തെ ഇസ്തിരിപ്പെട്ടിയാണെങ്കിൽ വെള്ളം കുടഞ്ഞിട്ട് ഇങ്ങനെ ആക്കും. അപ്പോൾ അതിന് എല്ലാം അത് ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ട് സുഖമാണ്. ഇവിടെ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സ് ഇങ്ങനെ വെച്ച് ഒന്ന് വെള്ളം കുറച്ച് റെഡി അങ്ങനെ നാക്കിയിട്ട് തുഴച്ച് നല്ല ലെവലിലടെ നിൽക്കും. ചുളിവും ചൂടോടുകൂടി നമുക്ക് തേക്കാൻ പറ്റും. നല്ല ഇതായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. ആദ്യൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ലെവലിലാണ് നിൽക്കും. യൂണിഫോമിൻ്റെ അതൊരു വലിയൊരു ഗുണമാണ്. യൂണിഫോം മാത്രമൊന്നുമല്ല, നമ്മുടെ ഷർട്ടും ചിലപ്പോൾ കോട്ടൺ ഷർട്ടൊക്കെ ഇപ്പം വെള്ളം ഇതാക്കിയിട്ട് മറ്റേതാകുമ്പോൾ നല്ല ലെവലിൽ അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണം ഇതിനെ കൊണ്ടുണ്ട് കേട്ടോ. വേണ്ടവര് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് താല്പര്യമുള്ളവർ വാങ്ങാം കേട്ടോ. ഇത് ആമസോണിലൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് വേണ്ടവർ നോക്കിയിട്ട് വാങ്ങാം. ഇന്നും കൂടി അരി വാങ്ങിക്കില്ലേ സരി ചേട്ടാ, നാളെ ഞാൻ ചായക്കൂട്ടൽ ഉണ്ടാക്കൂല എന്ന് പറഞ്ഞതിന് ശേഷം കേട്ടോ ഒന്ന് അരി വാങ്ങാൻ പോകുന്ന റേഷൻ പീടികയിൽ. കാരണം പച്ചരി ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ അരി പൊടിപ്പിച്ചിട്ടുമില്ല. ഡെയിലി അരിപ്പൊടി പത്തിരിയും പുട്ടൊക്കെ ഉണ്ടാക്കാൻ പുറത്തുനിന്ന് വാങ്ങുകയാണേ. അപ്പോൾ അരി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം പൊടിപ്പിച്ച് വെക്കാമല്ലോ. അത് അരി വാങ്ങലും നല്ലൊരു മഴ പെയ്ത സമയത്ത് കയറി നിന്ന കടയാട്ടോ കഫേ 110. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്നാ ഒരു ചായ കുടിച്ചോന്ന്. കിട്ടിയ ചാൻസ് അല്ലേ. അപ്പം തന്നെ അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു. എല്ലാം തീർന്ന് മാസം അവസാനമാവാനായി. അങ്ങനെ കുറച്ച് പച്ചക്കറിയും അതേപോലെ കുറച്ച് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ പഴമോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റിലെ അടുത്തേക്ക് പോയിട്ടോ. അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിയപ്പോൾ മക്കൾക്ക് ചിക്കനും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ച് സൈഷേട്ടൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇന്ന് രാത്രി ചിക്കനും ചപ്പാത്തിയും ഒക്കെ ആട്ടോ ഉണ്ടാക്കുന്നത്. ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.